എം.ജി. സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിനായി സെർച്ച് കമ്മിറ്റിയെ നിയോഗിച്ച ഗവർണറുടെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സെനറ്റ് അംഗങ്ങൾ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ഉത്തരവ്. വിവരങ്ങളുമായി കെ എം ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഗവർണർക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്നു. എന്താണ് കോടതിയിൽ സംഭവിച്ചത്? അഞ്ജന, ഗവർണർക്ക് തുടരെ തിരിച്ചടി ഉണ്ടാകുന്നു എന്ന് തന്നെ പറയാം. കാരണം ഇന്നലെയാണ് ഫിഷറീസ് സർവകലാശാലയിൽ ഇത്തരത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ഗവർണറുടെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എം.ജി. സർവകലാശാലയിലും സമാനമായ രീതിയിലുള്ള ഗവർണറുടെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. എം.ജി. സർവകലാശാലയിലും വി.സി നിയമനത്തിനായി ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഈ സെർച്ച് കമ്മിറ്റി രൂപീകരണം നിയമപരമല്ല എന്ന് ചൂണ്ടിക്കാട്ടി സെനറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ സെനറ്റ് അംഗങ്ങളുടെ ഹർജി പരിഗണിച്ചപ്പോഴാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ഗവർണറുടെ നടപടി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതായത് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ആ നടപടി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇത് 1 മാസത്തേക്കാണ് ഈ ഇത്തരത്തിൽ സ്റ്റേ ഇപ്പോൾ കോടതി ഉത്തരവായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫിഷറീസ് സർവകലാശാലയിലും സമാനമായ നടപടി ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഗവർണറുടെ നടപടി സ്റ്റേ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് സർവകലാശാല പ്രതിനിധികൾ ഇല്ലാതെയാണ് ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റികളിൽ വി.സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് സർക്കാരും ഒപ്പം ഇത്തരത്തിൽ സെനറ്റ് അംഗങ്ങളും ഹൈക്കോടതിയെ സമീപിച്ചത്. ജൂൺ 29-നായിരുന്നു ഗവർണർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം, ചാൻസലറായ ഗവർണർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഈ വിജ്ഞാപനത്തിലാണ് സർവകലാശാല പ്രതിനിധികൾ ഇല്ലാതെ ഇത്തരത്തിൽ വി.സി നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റിയെ രൂപീകരിച്ചത്. 6 സർവകലാശാലകളിൽ ഇത്തരത്തിലാണ് സെർച്ച് കമ്മിറ്റിയെ ഗവർണർ രൂപീകരിച്ചത്. ഇവരെല്ലാവരും ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഫിഷറീസ് സർവകലാശാല സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ സ്റ്റേ നൽകിയതെങ്കിൽ ഇന്നിപ്പോൾ എം.ജി. സർവകലാശാല വി.സി നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയും ആ നടപടിയും ഹൈക്കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഉമേഷ്, അതായത് ഇന്നലെ ഈ ഒരു ഹൈക്കോടതിയിൽ നിന്ന് ഫിഷറീസ് സർവകലാശാലയുടെ കാര്യത്തിൽ സ്റ്റേ ഉണ്ടാകുന്നു. ഇപ്പോഴത്തെ എം.ജി. സർവകലാശാലയിലെ വി.സി നിയമനവുമായി ബന്ധപ്പെട്ട അതിനും സെർച്ച് കമ്മിറ്റിയെ ഈ ഗവർണർ നിയോഗിച്ച ഒരു നടപടി, അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ കവിഞ്ഞ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള അദ്ദേഹത്തിന്റെ കൈകടത്തലുകൾ, ഇതിനെല്ലാം കോടതിയിൽ നിന്ന് തുടരെ ഒരു തിരിച്ചടി ഉണ്ടാകുന്നു. പക്ഷെ അപ്പോഴും അദ്ദേഹം ഇതൊന്നും മനസ്സിലാക്കാതെ വീണ്ടും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൈകടത്താനുള്ള ശ്രമങ്ങളും തുടർന്നു വരികയാണ്. ഈ ഒരു കോടതി വിധി എന്ന് പറയുന്നത് ഗവർണറുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, ആ ഇടപെടലുകൾക്കുള്ള ഒരു താക്കീത് കൂടിയായി നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഉമേഷ്, അഞ്ജന, ഇത് അന്തിമ ഉത്തരവായിട്ടില്ല. അതായത് ഇതിൽ വിശദമായി കോടതി വാദം കേൾക്കാൻ പോകുന്നു. പക്ഷേ പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇത് ഇത്തരത്തിൽ ഈ ഒരു നടപടിയിൽ ഒരു അപാകതയുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് കോടതി ഇങ്ങനെ ആ നടപടി തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, കോടതി ചൂണ്ടിക്കാട്ടിയത് ഇന്നലെയും ഇന്നുമൊക്കെ കോടതി ചൂണ്ടിക്കാട്ടുന്ന കാര്യം സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ചാൻസലർക്കുള്ള അധികാരം എന്നത് സംബന്ധിച്ച് വിശദീകരണം നൽകണം എന്നാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി എതിർകക്ഷികളടക്കം നോട്ടീസ് അയക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇത്തരത്തിൽ ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ചാൻസലർക്ക് അധികാരമുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടായിരിക്കും ഇനി വിശദമായ വാദത്തിലേക്കൊക്കെ കോടതി കടക്കുക. നിലവിൽ ഗവർണറെ സംബന്ധിച്ച് ഒരു തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ എല്ലാ സർവകലാശാലകളിലും വി.സി നിയമനത്തിനായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഗവർണറുടെ നീക്കത്തിന് തടയിട്ടിരിക്കുക തന്നെയാണ് ഹൈക്കോടതി. സംസ്ഥാനത്തെ സർവകലാശാലകൾ വി.സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റികളെ ഏകപക്ഷീയമായി നിയമിക്കാനുള്ള അധികാരം ഗവർണർക്കില്ല എന്ന് നേരത്തെ തന്നെ വി.സി നിയമനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസിൽ സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അക്കാര്യങ്ങൾ സംബന്ധിച്ച് തന്നെയായിരിക്കും കോടതിയിൽ ഇനി വാദമായി മുന്നോട്ട് വരിക. അതുതന്നെയാണ് ഉമേഷ് സൂചിപ്പിച്ചത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ അനധികൃതമായി ഇത്തരത്തിലൊരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള ചുമതല അതൊരിക്കലും ഈ ഒരു ഗവർണർക്കല്ല. ഗവർണർക്ക് അത്തരത്തിലുള്ള യാതൊരുവിധ അധികാരവും ഇല്ല എന്നത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. പക്ഷേ വീണ്ടും ഓരോ സർവകലാശാലകൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരത്തിൽ വലിയൊരു കടന്നുകയറ്റമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിന് ഒരു താക്കീത് എന്ന നിലയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ള കോടതി വിധി നമുക്ക് കണക്കാക്കാനും സാധിക്കുക.